പണ്ട് കാലങ്ങളിൽ ഈ വെസ്റ്റേൺ കൺട്രീസിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു നടപടിയായിരുന്നു ഈ ബുള്ളിയിങ്. അതായത് ഒരാളെ സംഘം ചേർന്ന് ആക്രമിക്കുക, അതിക്രമിക്കുക, അത് വീഡിയോ ഷൂട്ട് ചെയ്യുക, ആ സോഷ്യൽ മീഡിയാസിൽ ഗ്രൂപ്പുകളിൽ സ്പ്രെഡ് ചെയ്യുക, മറ്റൊരാളെ അപമാനിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു അതേ സെയിം ട്രെൻഡ് നമ്മുടെ നാട്ടിലേക്കും ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട്. അതും വലിയ ആൾക്കാരല്ല കേട്ടോ, ചെറിയ പിള്ളേര്. ഈ വലിയ ആൾക്കാർ ചെയ്യുന്നത് ചിലപ്പോൾ കള്ളിൻ്റെയോ വേറെ പലതിൻ്റെയും പുറത്താകാം. ഈ പൊടി കുഞ്ഞുങ്ങൾ പോലും, പ്രായപൂർത്തിയാകാത്ത ആൾക്കാർ പോലും ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ പുറത്ത് ചെയ്താലും അത് വലിയൊരു ഹീറോയിസമാണ്. അല്ലെങ്കിൽ ഒരുത്തനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തനെ തല്ലി പിടിച്ചു പറിച്ചും അല്ലെങ്കിൽ മാന്തിയോ ഉപദ്രവിച്ചും മാക്സിമം ഹ്യൂമിലിയേറ്റ് ചെയ്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഹീറോസ് ആണെന്ന്? നിങ്ങൾ ഹീറോസ് അല്ല, വെറും ഫുൾ ആന മൊട്ട സീറോ എന്ന് പറയും. വെറും സീറോസാണ് ഗൈസ്, വെറും സീറോസ്. എൻ്റെ കുഞ്ഞു പിള്ളേരെ, ഈ കാണുന്ന ഹീറോയിസൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രായം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒന്നും കാണുകയില്ല. നിനക്കൊക്കെ ഒരു ജോലി വേണം, നല്ലൊരു കമ്പനി ജോലി വേണമെങ്കിൽ, ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പോലീസ് വെരിഫിക്കേഷനോ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനോ ഒക്കെ വരും. അപ്പോഴോ ഈ കാണുന്ന കേസുകളൊക്കെ നിന്റെ മേളിൽ റെഡ് ലൈനായിട്ട് വരും. എന്നും വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് ഉരുട്ടി തരുമെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവുക. ഒരിക്കലും കാണില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അനിയന്മാരെ, നിങ്ങൾ ഈ ചോരത്തിളപ്പിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കുക, നമുക്കൊരു ജീവിതമുണ്ടെന്ന്. ഈ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുത്തനും ഒരു ക്രൈസിസ് വരുമ്പോൾ കൂടെ കാണില്ല. ഒരുത്തനും കൂടുതൽ കയ്യിൽ കാശുള്ളവന്മാരാണെങ്കിൽ അവന്മാരുടെ പാരൻസ് ഊരിക്കൊണ്ട് പോകും, കേസൊന്നുമില്ലാണ്ട്. ഇതിലിടയിൽ പെടുന്നത് പാവപ്പെട്ടവന്മാരായിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിരിക്കും. കാശുള്ളവൻ കാശ് കൊടുത്ത് അവൻ എങ്ങനെയെങ്കിലും ഊരിപ്പോകും. കാശില്ലാത്തവൻ എന്ത് ചെയ്യും? ഒരുപാട് വലിയ ബിസിനസ് കോണുള്ള ഒരാളാണെങ്കിൽ അവന് ജോലിയുടെ ആവശ്യമില്ല, അവൻ ബിസിനസ് ചെയ്ത് ജീവിക്കും, അപ്പനുണ്ടാക്കി വെച്ചത് തിന്ന് ജീവിക്കും. സാധാരണക്കാരൻ മിഡിൽ ക്ലാസ് എന്ത് ചെയ്യും? പൊന്ന അനിയന്മാരെ, ഞാൻ ഒരുപാട് കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പറയുന്നത്. ദയവ് ചെയ്ത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്ന്, നിയമം കയ്യിലെടുക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്ന് പിന്നോട്ട് മാറുക, ചെയ്യാതിരിക്കുക. സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോവുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ ഹിൻഡിറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനെ ന്യായമായ രീതിയിൽ സോൾവ് ചെയ്യാം. സ്വന്തം ജീവിതം പാഴാക്കരുത്. ഒരു ചേട്ടൻ്റെ റിക്വസ്റ്റ് ആയിട്ട് കരുതിയാൽ മതി. എല്ലാവർക്കും സ്നേഹം മാത്രം. ലവ് യു ഓൾ.